പരിശുദ്ധ പരമാദിവ്യകാരുണ്യമായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം നമുക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ വിമല ഹൃദയത്തിൻ്റെ മാധ്യസ്ഥവും എല്ലാ വിശുദ്ധരുടെ സഹായവും മാലാഖമാരുടെ വലിയ മാധ്യസ്ഥവും സഹായവും പ്രത്യേകമായി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടാകുവാൻ വേണ്ടി, കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങളെ, എല്ലാവരെയും സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയത്തോടെ ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ചാനലിൽ കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചും ഈ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ചുള്ള ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷ പ്രഘോഷണമാണ്. അത് തികച്ചും കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളോട് ചേർന്നുള്ള പ്രബോധനങ്ങളും ടീച്ചിങ്ങും മാത്രമാണ്. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. പ്രാർത്ഥിക്കാം. എൻ്റെ പേര് അനിൽ ഇമ്മാനുവൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ വീഡിയോയുടെ യൂട്യൂബിലുള്ള അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി വചനഭാഗമാണ്. കർത്താവിൻ്റെ രണ്ടാം വരവുമായി ബന്ധപ്പെട്ട സുവിശേഷ പഠനത്തിൻ്റെ വചന വിചിന്തനത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ യൂട്യൂബ് വീഡിയോയിൽ കണ്ടത് വഴിതെറ്റിക്കുന്ന സുവിശേഷത്തെക്കുറിച്ച്, വഴിതെറ്റിക്കുന്ന പ്രവാചകന്മാരെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു. കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള ഏക വഴി. നിത്യജീവൻ പ്രാപിക്കുവാനുള്ള ഏക നാമം അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. സത്യദൈവത്തെ അറിയണം, യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കണം, പരിശുദ്ധാത്മാവിൽ നമ്മൾ നയിക്കപ്പെടണം. നിശ്ചയമായി നമുക്ക് നിത്യജീവൻ ലഭിക്കും. നമ്മളുള്ളവരെ ഏറെ സന്തോഷത്തോടെ ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. വ്യാജപ്രവാചകന്മാരെന്നുള്ള ഒരു ഹെഡിങ്ങോടുകൂടി നമ്മൾ ആമുഖമൊന്നും കൂടാതെ തന്നെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 24 അധ്യായത്തിൻ്റെ 11 വാക്യം പറയുകയാണ്: നിരവധി വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴി തെറ്റിക്കും. നമ്മൾ വീണ്ടും നോക്കുകയാണെങ്കിൽ കർത്താവ് ആവർത്തിച്ച് പറയുന്ന വചനഭാഗങ്ങളാണ്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 24 അധ്യായത്തിൻ്റെ അവിടെ 24 വചനത്തിൽ വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവൻ മരുഭൂമിയിലുണ്ടെന്ന് അവർ പറഞ്ഞാൽ നിങ്ങൾ പുറപ്പെടരുത്, അവൻ മുറിക്കുള്ളിലുണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പിണർപ്പ് പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു
ഇനി ഈ ലോകത്തിലേക്ക് നീതിമാനായ ന്യായാധിപനായി വരുന്നത് യുഗാന്ത്യത്തിലാണ്, വാനമേഘത്തിലാണ്, ഏറ്റവും അവസാനമാണ്, യുഗത്തിൻ്റെ ഏറ്റവും അവസാനമാണ്. അതിനു മുമ്പ് അന്ത്യക്രിസ്തുവിൻ്റെ ഭരണമുണ്ട് എന്നും ലൂസിഫറിൻ്റെ 3.5 വർഷത്തെ മഹാപീഡനമുണ്ട് എന്നും നമുക്കറിയാം. ഇതിനെല്ലാം ശേഷമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം. ഞാൻ എടുത്തു പറയാൻ കാരണം, ഇന്ന് അനേക കൾട്ട് ഗ്രൂപ്പുകൾ അവരുടെ ഇടയിൽ ഇപ്പോൾ ക്രിസ്തു ഉണ്ട് എന്നും കർത്താവ് വീണ്ടും വന്നു കഴിഞ്ഞു എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒത്തിരിയേറെ തെറ്റായ പ്രബോധനങ്ങളുണ്ട്. ആ വഞ്ചനയിൽ 10,000-കണക്കിന് ആൾക്കാർ, ഒത്തിരി കത്തോലിക്ക വിശ്വാസികൾ പോലും, തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും വഴിതെറ്റിപ്പോയി ആ വ്യാജ പ്രവാചകന്റെ, വ്യാജ സുവിശേഷത്തിൻ്റെ, വ്യാജ പ്രബോധനത്തിൻ്റെ പിടിയിൽപ്പെട്ട് കേരളത്തിലുള്ള ഒരു വലിയ കൾട്ട് ഗ്രൂപ്പിൽ ഒരു ധ്യാന കേന്ദ്രമുണ്ട്. മധ്യ കേരളത്തിലായിരിക്കുന്ന ആ ഒരു കൂട്ടായ്മയിൽ ആ വ്യാജ സഹോദരങ്ങളുടെ പിടിയിൽപ്പെട്ട്, അറിയാതെയാണ്, വഞ്ചനയിൽപ്പെട്ട് അനേകരിന്ന് വഴിതെറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അത് 10,000-കണക്കിന് ആൾക്കാരാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ ഈ വചനത്തെ ആത്മാർത്ഥമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 24:11 പറയുകയാണ്, നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. നമ്മൾ ഈ കാലഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, ഒത്തിരിയേറെ തെറ്റായ പ്രബോധനങ്ങളിലൂടെ അനേകർ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം, സാത്താൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കത്തോലിക്ക സഭയിൽ നിന്നും ഒരാത്മാവിനെ പുറത്തു കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിനായി അവൻ ആദ്യം ഉപയോഗിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയിൽ നിന്നും നമ്മളെ അകറ്റും. ജപമാല പ്രാർത്ഥനയിൽ നിന്ന് നമ്മളെ അകറ്റും. പരിശുദ്ധ അമ്മയിൽ നിന്ന്, ജപമാല പ്രാർത്ഥനയിൽ നിന്ന് അകറ്റാതെ സാത്താന് ഒരാത്മാവിനെ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ സാധിക്കില്ല. അത്രമാത്രം വലിയ ശക്തമായ ഒരു സംരക്ഷണ വലയമാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയവും ഈ ജപമാല പ്രാർത്ഥനയും. അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിലൊക്കെ ഒത്തിരി വ്യാജ സഹോദരന്മാർ, അമ്മ മാതാവ് കന്യകയല്ല, അമ്മയ്ക്ക് വേറെയും മക്കളുണ്ട്, അമ്മയെ നമ്മൾ ആരാധിക്കുന്നു, അമ്മയെ നമ്മൾ മുട്ടത്തോടായിട്ട് കാണണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മ മാതാവിനോടുള്ള ഒരു തെറ്റായ ആശയം, തെറ്റായ വെറുപ്പ് കുത്തിവെച്ച് അനേക കുടുംബങ്ങളെ കത്തോലിക്ക സഭയിൽ നിന്ന് അകറ്റിയിട്ട് മരിയൻ വിഗ്രഹാരാധന എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരെ കത്തോലിക്ക സഭയിൽ നിന്ന് അകറ്റി ചില കൾട്ട് ഗ്രൂപ്പുകളിലേക്ക് സാത്താൻ കൊണ്ടുപോയിട്ടുണ്ട്. സാത്താൻ അറിയാം, കത്തോലിക്ക സഭയിൽ നിന്നാൽ, കത്തോലിക്ക സഭയിലായിരിക്കുമ്പോൾ നമുക്ക് വിശുദ്ധ കുംഭസാരം എന്ന കുദാശയിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ ഒരാത്മാവിന് നിശ്ചയമായും നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കുമെന്ന് സാത്താൻ അറിയാം. അതുകൊണ്ട് തന്നെ അവൻ്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ് കത്തോലിക്ക സഭയിൽ നിന്ന് വിശ്വാസികളായിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സഹോദരങ്ങളെ വഴിതെറ്റിക്കുക എന്നുള്ളത്. സ്നേഹമുള്ളവരെ, നമ്മൾ ചില വചനഭാഗങ്ങൾ, കർത്താവ് നമുക്ക് നൽകിയ വചനഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഉള്ളിൽ അവർ കടിച്ചു ചിന്തുന്ന ചെന്നായ്ക്കളാണ്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിൻ്റെ 15 മുതൽ വചനങ്ങൾ പറയുകയാണ്, ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉണ്ടോ? ഉള്ളിൽ അവർ കടിച്ചു ചിന്തുന്ന ചെന്നായ്ക്കളാണ്. അവർ വരുന്നത് ആടുകളുടെ വേഷത്തിലാണ്, പക്ഷെ അവർ വ്യാജപ്രവാചകന്മാരുമാണ്. പക്ഷെ ഉള്ളിൽ അവർ കടിച്ചു ചിന്തുന്ന ചെന്നായ്ക്കളാണ്. അവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഈശോ പറയുകയാണ്, ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? ഉണ്ടോ? മുൾച്ചെടിയിൽ മുന്തിരിപ്പഴം ഉണ്ടാകാറില്ല, ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴം ഉണ്ടാകാറില്ല, നമുക്കെന്നറിയാം. ഇവിടെ വചനം വീണ്ടും പറയുകയാണ്, 17-ാമത്തെ വാക്യം പറയുകയാണ്, നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു.
ഫലത്തിൽ നിന്നാണ് നമ്മൾ വ്യാജപ്രവാചകന്മാരെ തിരിച്ചറിയേണ്ടത്. വലിയ അഭിഷേകവും കൃപയും ജ്ഞാനവും പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തികൾക്ക് ഈ ഫലത്തെ തിരിച്ചറിയാൻ സാധിക്കും. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അതുമാണ് വ്യാജപ്രവാചകന്മാരായിട്ടുള്ള തിന്മയുടെ ഫലം പുറപ്പെടുവിച്ചിട്ടുള്ള വ്യാജപ്രവാചകന്മാരെ വെട്ടി തീയിലെറിയപ്പെടുന്നു പറയുമ്പോൾ അവർക്ക് നിത്യ നരകാഗ്നിയാണ് അവരുടെ വിധി. ഇനി 20ാമത്തെ വാക്യം പറയുകയാണ്, അവരുടെ ഫലങ്ങളിൽ നിന്നും നിങ്ങൾ അവരെ അറിയും. എന്താണ് ഈ ഫ്രൂട്ട്? എന്താണ് ഈ ഫലം? ഒരു വ്യാജപ്രവാചകൻ അല്ലെങ്കിൽ ഒരു സഹോദരൻ നമ്മളോട് സുവിശേഷം പറഞ്ഞിട്ട് അവിടെ പ്രബോധനം നൽകിയിട്ട് നമ്മൾ കത്തോലിക്ക സഭയിൽ നിന്നും പുറത്തു പോകുന്നതാണെങ്കിൽ, അവരുടെ കൾട്ട് ഗ്രൂപ്പിലേക്ക് പോവുകയാണ്, കത്തോലിക്ക സഭയോട് വെറുപ്പ് തോന്നുകയാണ്, വൈദികരോട്, കത്തോലിക്ക സഭയിലെ പ്രബോധനങ്ങളോട്, പരിശുദ്ധ അമ്മയോട് വെറുപ്പ് തോന്നുകയാണെങ്കിൽ സഭ വിട്ടു പോകുവാനുള്ള ഒരു പ്രലോഭനമാണ് ലഭിക്കുന്നതെങ്കിൽ അതാണ് അതിൻ്റെ ഫലം. അപ്പോഴത് ആ ഫലം ചീത്ത ഫലമാണ്. കർത്താവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. വിശുദ്ധ മത്തായി സുവിശേഷത്തിന്റെ 24-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. കാരണം കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. അപ്പോ ഇവിടെ പറയുകയാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴി തെറ്റിക്കുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. അപ്പൊ നമ്മൾ എല്ലാ അത്ഭുതത്തിന്റെ പുറകെയും പോകരുത്. കത്തോലിക്ക സഭയുടെ പുറത്തും ഒത്തിരിയേറെ ആരാധനകളുണ്ട്, ഒത്തിരിയേറെ വ്യാജ സഭകളുണ്ട്, തെറ്റായ ആരാധനകളുണ്ട്. അവരെന്ന് ഞാൻ കുറ്റപ്പെടുത്തി ഈ അവസരത്തിൽ പറയുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. കത്തോലിക്ക സഭയാണ് കർത്താവ് സ്ഥാപിച്ച ഏക സഭ. നമുക്കതിലേക്ക് വരാം. ഇവിടെ വചനം പറയുകയാണ്, നമ്മൾ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെ പോകരുത്. യേശുവിന്റെ നാമത്തില് കത്തോലിക്ക സഭയുടെ പുറത്തും ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും പൈശാചികമായ ഡെലിവറൻസുകളും സംഭവിക്കുന്നുണ്ട്. ഇവിടെ വചനം പറയുന്നുണ്ട്, ഈശോ വാണിംഗ് പറയുകയാണ്. വിശുദ്ധ മത്തായി സുവിശേഷത്തിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 21 മുതൽ വചനം പറയുകയാണ്, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. കണ്ടോ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക, പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, ദൈവവചനം പാലിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, അതായത് എപ്പോൾ? കർത്താവിൻ്റെ 2ാമത്തെ വരവിലുള്ള ന്യായവിധിയിൽ, അതായത് പൊതുവിധിയിൽ ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അത് കഴിഞ്ഞൊരു ചോദ്യചിഹ്നമാണ് അവിടെ ബൈബിളിലുള്ളത്. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകുവിൻ. ഇവിടെ നോക്കണേ, ഇവിടെ ഈ പലരും എന്നോട് ചോദിക്കും എന്നാ പറയുന്നത്. ഈശോ പറയുന്നത് എന്താ ചോദിക്കുന്നേ? നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്, പ്രവചനവരമുള്ളവരാണ്. നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കിയവരാണ്, ഡെലിവറൻസിന്റെ വരമുള്ളവര്, ഗിഫ്റ്റ് ഉള്ളവര്, ഡെലിവറൻസ് ഗിഫ്റ്റ് ഉള്ളവർ, പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനുള്ള വരം ലഭിച്ചവര്. നിന്റെ നാമത്തിൽ നിരവധി, ഒന്നും രണ്ടുമല്ല, നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? കണ്ടോ? അപ്പോ ഈ തമ്പുരാന്റെ മുമ്പിൽ ന്യായവിധിയിൽ നിൽക്കുന്നത് ചെറിയ ഒരു ജനമല്ല, ചെറിയൊരു പ്രവൃത്തി നടത്തിയവനല്ല, പ്രവചനവരം ഉണ്ടായിരുന്നവരാണ്, പൈശാചി ശക്തികളെ ബഹിഷ്കരിക്കുവാനുള്ള വരം ലഭിച്ചവരാണ്, നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിച്ചവരാണ്. അപ്പോൾ ദൈവം ന്യായവിധിയിൽ കർത്താവ് ഈശോ മിശിഹ പറയുകയാണ്, എനിക്ക് നിങ്ങളെ അറിയില്ല,
അപ്പോൾ 23-ാമത്തെ വാക്യം പറയുകയാണ്, അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ഈ വചനം പറയാൻ കാരണം കത്തോലിക്ക സഭയുടെ പുറത്തുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും ഡെലിവറൻസുകളും പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്, നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അവിടെ യേശുവാണ് എന്ന് കരുതി അതിൻ്റെ പുറകെ ഓടരുത്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. അതേപോലെ തന്നെ പൈശാചിക അരൂപികൾക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കാൻ സാധിക്കും. അവസാന കാലത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടമാണ് തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കുന്ന ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും അന്തിക്രിസ്തു വ്യാജ പ്രവാചകന്മാര് കാണിക്കും. ഓർക്കുക, ഇവിടെ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തില് വിശുദ്ധ പൗലോസ് ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. 2 കൊറിന്തോസ് 11-ാമത്തെ അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. വിശുദ്ധ പൗലോസ് ലീഹ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അവസാന കാലത്തെക്കുറിച്ചും ആ കാലഘട്ടത്തിൽ ഉള്ള ശ്രദ്ധയെക്കുറിച്ചുമുള്ള വചനഭാഗങ്ങളാണ്. എന്നാൽ സർപ്പം എന്ന് പറയുന്നത് നമുക്കറിയാം ലൂസിഫർ ആണ്, പുരാതന സർപ്പം. ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ, കണ്ടോ, തന്ത്രപൂർവമാണ് ചതിച്ചത്. നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നീ വളരെ ശ്രദ്ധയോടെ കേൾക്കണേ. എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ കുറിച്ച് തന്നെയാണ് പ്രഘോഷിക്കുന്നത്. പക്ഷെ അത് മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. ഒത്തിരി പേരിന്ന് കീഴടങ്ങി പോയിട്ടുണ്ട് ഈ വ്യാജ പ്രബോധനത്തില്, തെറ്റായ ആത്മാവിന് സ്പിരിറ്റില്, തെറ്റായ സുവിശേഷത്തില്, മറ്റൊരു യേശുവില് അനേകര് കുടുങ്ങിപ്പോയിട്ടുണ്ട്, കീഴടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, മറ്റൊരു യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കുമ്പോൾ, മറ്റൊരു ആത്മാവിനെ സ്വീകരിക്കുമ്പോൾ, മറ്റൊരു സുവിശേഷം കൈക്കൊള്ളുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഫലം കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകുന്നതാണെങ്കിൽ അത് വ്യാജ പ്രബോധനമാണ്, വ്യാജ പ്രവാചകനാണ്, വ്യാജ ആത്മാവാണ്, അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ് കത്തോലിക്ക സഭയിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഈ വ്യാജ പ്രബോധനം നൽകുന്നവരിലെല്ലാം പ്രവർത്തിക്കുന്നത് അന്തിക്രിസ്തുവിൻ്റെ വ്യാജ പ്രവാചകന്റെ ആത്മാവാണ്. 1 യോഹന്നാന്റെ 4:1 കർത്താവിന്റെ വചനം പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിന്ന പറയുന്നത്. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഒത്തിരിയാണ്. ഇന്ന് വർദ്ധിച്ച് ഒരു 500 വർഷമായി പരിശോധിക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ വ്യാജ കൾട്ട് ഗ്രൂപ്പുകൾ, വ്യാജ പ്രബോധനങ്ങൾ ഇന്ന് പ്രഘോഷിച്ച് അനേകരെ കത്തോലിക്ക സഭയിൽ നിന്ന് തെറ്റായ സുവിശേഷത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ നമ്മള് ആത്മാക്കളെ വിവേചിക്കണം. ഇത് ദൈവത്തിൽ നിന്നുള്ള സ്വരമാണോ? കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രബോധനമാണോ? കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രബോധനമാണെങ്കിൽ നമ്മൾ കത്തോലിക്ക സഭയോട് കൂടുതലായി ചേർന്ന് നിൽക്കും, സഭയ്ക്ക് വേണ്ടി ജീവിക്കും, സഭയ്ക്ക് വേണ്ടി പൊരുതും. മരിച്ചാലും മരിക്കേണ്ടി വന്നാലും കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകില്ല. എത്ര കൊടിയ പീഡനമുണ്ടായാലും, എത്ര മാരക പാപാവസ്ഥ കത്തോലിക്ക സഭയിൽ കണ്ടാലും
നമ്മളുള്ളവരെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രബോധനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കില്ല. ഇനി 2 യോഹന്നാന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ കർത്താവിന്റെ പ്രിയ ശിഷ്യനായ അരുമ ശിഷ്യനായ വിശുദ്ധ യോഹന്നാൻ പഠിപ്പിക്കുകയാണ്, ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുൻപോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല. അവന്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട്. കണ്ടോ, കർത്താവിന്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട്. പ്രസ്തുത പ്രബോധനവുമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ അരുത്. എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികളിൽ പങ്കുചേരുകയാണ്. ഉണ്ടോ, വചനം പറയുകയാണ് ഇവിടെ, ക്രിസ്തുവിന്റെ പ്രബോധനവുമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവൻ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കാൻ പാടില്ല. ഇന്ന് ഒത്തിരിയേറെ ചില വ്യാജ സഹോദരന്മാര് കത്തോലിക്ക സഭയിലുള്ള അനേക കുടുംബങ്ങളിൽ കയറി കർത്താവിൻ്റെ 2-ാമത്തെ വരവിനെ കുറിച്ച് കത്തോലിക്ക സഭയിലുള്ള അംഗീകരിച്ച ഫാത്തിമ മാതാവിൻ്റെ അപ്പാരേഷനിലെ സന്ദേശങ്ങളൊക്കെ എടുത്ത് അതെല്ലാം കൂടി വ്യാജമായി പറഞ്ഞ് തെറ്റായ പ്രബോധനം നൽകി അവരുടെ ഇടയിൽ ക്രിസ്തു ഉണ്ട് എന്ന് പഠിപ്പിച്ച്, കർത്താവ് വീണ്ടും വന്നു കഴിഞ്ഞു എന്ന് പഠിപ്പിച്ച്, കർത്താവിടെ കൂടെ ഉണ്ടെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒത്തിരിയേറെ സഹോദരങ്ങൾ, വ്യാജ സഹോദരന്മാര് അനേകരെ വഴിതെറ്റിച്ച് കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്നുണ്ട്. ഇത് വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. അവരുടെ കയ്യിലും ജപമാലയുണ്ട്, പരിശുദ്ധ അമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. ജപമാലയും കൊണ്ടാണ് ഭവനങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ ആദ്യം വിചാരിക്കും ഒരു കത്തോലിക്ക സഭയിലെ അംഗങ്ങളാണ്. ചില വൈദികരുടെ പേരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു കാലത്ത് സാത്താൻ ചെയ്ത ഒരു വലിയ തന്ത്രമാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് അകറ്റി, പരിശുദ്ധ അമ്മ മുട്ടത്തോടാണ്, കന്യകയല്ല, അമ്മ മാതാവ് വേറെ മക്കളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കത്തോലിക്ക സഭയിൽ നിന്ന് അനേകരെ കൊണ്ടുപോയി. ഇന്ന് ഈ കാലഘട്ടത്തിൽ സാത്താൻ തന്ത്രം വീണ്ടും മാറ്റി ചവിട്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് തന്നെ, പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ച് തന്നെ അവര് ചില ഗ്രൂപ്പുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഒടുവിൽ അവർ പഠിപ്പിക്കും പരിശുദ്ധ അമ്മ ദൈവമാണ് എന്ന്. വിശുദ്ധ ബൈബിളില് ഒരുപാട് സ്ഥലങ്ങളിൽ ജ്ഞാനത്തെ അവൾ എന്ന് വിശുദ്ധ ബൈബിളിൻ്റെ ഭാഷാ ശൈലിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ജ്ഞാനത്തെ അവൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ്. അപ്പം അമ്മ മാതാവ് ദൈവമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു കൾട്ട് ഗ്രൂപ്പ്. ആദ്യമൊന്നും പഠിപ്പിക്കില്ല. നമ്മളതിലെല്ലാം പെട്ട് ഈ പൈശാചിക സ്പിരിറ്റ്, നമുക്കറിയാം, അങ്ങനത്തെ കൂട്ടായ്മകളിൽ പോയി പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു അപകടമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ കത്തോലിക്ക സഭയുടെ പുറത്തുള്ള ഏത് കൾട്ട് ഗ്രൂപ്പുകളിൽ പോയി അവിടെ പ്രാർത്ഥനയിൽ പങ്കെടുത്താലും അവിടെയുള്ള ഒരു വ്യാജ സ്പിരിറ്റ്, പൈശാചിക ശക്തി നമ്മുടെ മേൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളോടും സഭയോടും വെറുപ്പും തെറ്റായ ധാരണയും ഉണ്ടാകും. പിന്നെ നമുക്ക് സഭയോട് സഭയോടും വൈദികരോടൊക്കെ വെറുപ്പും വിദ്വേഷവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് കത്തോലിക്ക സഭ തെറ്റാണെന്നും അവരായിരിക്കുന്ന പുതിയ തുടങ്ങിയ ഈ അടുത്ത് രൂപാന്തരപ്പെട്ട ഈ സഭ, ചെറിയ കുഞ്ഞു വർഷം പഴക്കമുള്ള ഈ സഭ ശരിയാണെന്ന് തോന്നും. 2000 വർഷം പഴക്കമുള്ള കത്തോലിക്ക സഭ വ്യാജമാണെന്ന് തോന്നും. നമ്മളുള്ളവരെ ഇങ്ങനെ സാത്താൻ ഒരുപാട് തന്ത്രങ്ങളിൽ കടന്നു പോവുകയാണ്. നമുക്കറിയാം, കത്തോലിക്ക സഭയിൽ ഒത്തിരിയേറെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മാത്രം മതി. കത്തോലിക്ക സഭയിൽ മാത്രമേ പരിശുദ്ധ കുർബാനയില് കർത്താവിൻ്റെ ശരീരം രക്തവും മാംസവുമായി മാറിയിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ലോകത്ത് സംഭവിച്ചിട്ടുള്ളൂ. അത് നിരവധിയാണ്, അനേകമാണ്. വിശുദ്ധ കാർലോ അക്വിറ്റസ് വിശുദ്ധനായത് തന്നെ എങ്ങനെയാണ്? കർത്താവിൻ്റെ പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങള് ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിച്ചിട്ടാണ് വിശുദ്ധ കാർലോ അക്വിറ്റസ് വിശുദ്ധനായി മാറിയത്. അങ്ങനെയുള്ളവരെ കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതം
അത് 100-ന് മുകളിലാണ്. അവിടെയെല്ലാം അനേക വർഷക്കാലം, പതിറ്റാണ്ടുകൾ പഠിച്ചിട്ട് മാത്രമല്ല, ദൈവശാസ്ത്ര പണ്ഡിതർ മാത്രമല്ല, ഈ ലോകത്തിൻ്റെ ശാസ്ത്രജ്ഞന്മാര് പരിശോധിച്ചിട്ട് ഈ ദിവ്യകാരുണ്യ കുർബാന, പരിശുദ്ധ കുർബാന, രക്തവുമായി മാംസവുമായി മാറിയ പരിശുദ്ധ കുർബാന പരിശോധിച്ചപ്പോൾ, ഈ ലോകത്തിൻ്റെ ശാസ്ത്രജ്ഞന്മാർ പരിശോധിച്ചപ്പോൾ അത് തെളിയിക്കപ്പെട്ടത് ഇങ്ങനെയാണ്: ഇത് AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. ഈ മാംസകഷ്ണം ഏറ്റവും കൂടുതൽ തീവ്രമായ മരണവേദന അനുഭവിച്ച ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ വെൻട്രിക്കിൾ എന്ന ഭാഗമാണ് എന്ന് ശാസ്ത്രലോകം തെളിയിച്ചിട്ടുണ്ട്. നമ്മളുള്ളവരെ, നമ്മുടെ സഭയിലെ കർത്താവിൻ്റെ തിരുക്കച്ചയിൽ ലഭിച്ച DNA പരിശോധിച്ചപ്പോൾ അവിടെയെല്ലാം തെളിയിക്കപ്പെട്ടതാണ് കർത്താവിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അത് AB പോസിറ്റീവാണ്. അങ്ങനെ ദിവ്യകാരം നടന്ന ഒത്തിരിയേറെ അത്ഭുതങ്ങൾ, അടയാളങ്ങളിലെല്ലാം ഒത്തിരിയേറെ ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, നമ്മുടെ ഈ കേരളത്തിൽ എത്രമാത്രം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ. വിശുദ്ധ കുർബാനയുടെ സ്വീകരണ വേളയിൽ പരിശുദ്ധ കുർബാന നാവിൽ കൊടുത്തപ്പോൾ എത്ര 100 കണക്കിന് സഹോദരങ്ങളുടെ നാവിലെ വിശുദ്ധ കുർബാന മാംസവുമായി രക്തവുമായി മാറിയിട്ടുണ്ട്. നമ്മുടെ വിളക്കണ്ണൂരുള്ള ദിവ്യകാരുണ്യ അത്ഭുതം 12 വർഷം ശാസ്ത്രീയ പഠനത്തിന് വിധേയമാക്കിയതാണ്. ഞാൻ പറഞ്ഞതെത്രയേ ഉള്ളൂ, കത്തോലിക്ക സഭയിലുള്ള ഉദാശകളിലാണ് യഥാർത്ഥമായ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളൂ. അതുകൊണ്ടാണ് സാത്താൻ ആരാധകര്, ഫ്രീമേഴ്സൺ സംഘടനകള് കത്തോലിക്ക സഭയിലുള്ള പരിശുദ്ധ കുർബാന മാത്രം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. സാത്താൻ അറിയാം, കത്തോലിക്ക സഭയിലെ പരിശുദ്ധ കുർബാനയിൽ മാത്രമേ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളൂ, ദൈവത്തിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നുള്ളൂ. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ മരിച്ച് അടക്കിയിട്ടുള്ള അനേക വിശുദ്ധര് ഇന്നും ശരീരം അഴുകാതെ ഇന്നും ഈ ലോകത്ത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ, റോമിലൊക്കെ നമുക്കറിയാം. 1300ഓളം വർഷം പഴക്കമുള്ള വിശുദ്ധര് പോലും ഈ ഒരു കാലഘട്ടത്തിൽ ശരീരം അഴുകാതെ, ശരീരത്തിനൊരു കേടുപാടും പറ്റാതെ എത്രയോ വിശുദ്ധര്, വിശുദ്ധ കാർലോ അക്വിറ്റസ്, വിശുദ്ധ പാദ്രിയപ്പിയോ, ഒത്തിരി വിശുദ്ധരുണ്ട് നമുക്കറിയാം. നമ്മളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതാണ്. വിശുദ്ധരെ കുറിച്ച്, അഴുകാത്ത വിശുദ്ധരെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. ഗലാത്യ 1:8-9 വാക്യം, ഇത് വളരെ ശക്തമായ വചനമാണ്. വ്യാജ പ്രവാചകന്മാരിൽ നിന്ന്, വ്യാജ പ്രബോധനങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനുള്ള ഒരു വചനഭാഗമാണ് ഗലാത്യ 1:8-9. ഇവിടെ വചനം പറയുകയാണ്: ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. വീണ്ടും പറയുകയാണ്: ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്താണ് വ്യത്യസ്തമായ സുവിശേഷം. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതാണ് ഫലത്തിൽ നിന്നും വൃക്ഷത്തെ അറിയുന്നത്. നമ്മളോട് ഒരു വ്യക്തി ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷം പ്രഘോഷിച്ചിട്ട് ആ വ്യക്തിക്ക് കത്തോലിക്ക സഭയിൽ നിന്നും പുറത്തു പോകുവാനുള്ള പ്രവണതയാണ്, പ്രലോഭനമാണ് ഇതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതെങ്കിൽ ഓർത്തുകൊള്ളുക, അത് വ്യാജ പ്രബോധനമാണ്, വ്യത്യസ്തമായ സുവിശേഷമാണ്. സാത്താന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നമ്മൾ നിത്യജീവൻ നഷ്ടമാക്കുക. അതിനുവേണ്ടി ചെയ്യുന്ന വലിയ അവൻ്റെ പദ്ധതിയാണ് കത്തോലിക്ക സഭയിലായിരിക്കുന്ന ആത്മാക്കളെ പുറത്തു കൊണ്ടുപോവുക. കർത്താവിൻ്റെ വചനം നമ്മോട് പറയുകയാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതിരിക്കത്തക്ക വിധം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ കാണിക്കും.
റോമ 16-ാം അധ്യായത്തിന്റെ 17-ഉം 18-ഉം വാക്യം പറയുകയാണ്, സഹോദരെ, നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം. എന്തൊരു വചനമാണെന്ന് നോക്കിയേ. റോമാക്കാർ ഇത് ലേഖനത്തിൽ പറയുകയാണ്, 17-ാമത്തെ വാക്യം പറയുകയാണ്, സഹോദരരെ, നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം. നമ്മൾ ഇത്രയും കാലം കത്തോലിക്ക സഭയിൽ നിന്ന് 2000 വർഷമായി കേട്ട് പഠിച്ച വചനവും സുവിശേഷവും പാരമ്പര്യവും പ്രബോധനവും എതിരായി പഠിപ്പിക്കുന്ന ചില വ്യാജ സഹോദരങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. അവര് പറയും നമ്മൾ കത്തോലിക്ക സഭയ്ക്കെതിരായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല, വിശുദ്ധ ബൈബിൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഞാൻ ഈ സഹോദരങ്ങളുമായിട്ട് ഒത്തിരിയേറെ സംസാരിച്ചിരിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം മനസ്സിലായത്, അവരെ സാത്താൻ അന്ധമാക്കിയിരിക്കുകയാണ്. ഈ വ്യാജ പ്രവാചകന്റെ സ്പിരിറ്റ് അവരെ അന്ധമാക്കിയിരിക്കുകയാണ്. അവർക്ക് ഈ വചനത്തിന്റെ അർത്ഥം ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേകര് മിഥ്യാ പ്രബോധനത്തിന്റെ പിറകിലാണ്. നമ്മൾ കത്തോലിക്ക സഭയിൽ നിന്ന് ലഭിച്ച വിശ്വാസത്തിനും പ്രബോധത്തിനും പഠിച്ച തത്വങ്ങൾക്കും വിരുദ്ധമായി കത്തോലിക്ക സഭയിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുപോകുന്ന വ്യാജ പ്രബോധനങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. ദുർമാതൃക ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കുക. വീണ്ടും പറയുകയാണ്, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, അവരെ നിരാകരിക്കുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറെ സന്തോഷത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, അർത്ഥം നന്ദി പറയുകയാണ്. ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ശുശ്രൂഷ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹമുള്ളവരെ, കത്തോലിക്ക സഭയിൽ നിന്ന് നമുക്ക് ജീവനുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോകാൻ ശ്രമിക്കരുത്. കത്തോലിക്ക സഭ വിട്ടുപോകുന്നതും കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതും ഒരേ പാപമാണ്. കാരണം കത്തോലിക്ക സഭ എന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന് നമുക്കറിയാം. കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകുന്നതും അത് വ്യാജ പ്രബോധനത്തിലൂടെ ആയാലും മറ്റു സഭയിലേക്കായാലും പ്രണയത്തിലൂടെ ആയാലും വിവാഹത്തിന് വേണ്ടി ആയാലും ഏത് പാപാവസ്ഥയിലൂടെ പുറത്തു പോയാലും ഇതെല്ലാം കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്ന തുല്യമായ പാപം തന്നെയാണെന്ന് ഓർക്കുക. സാത്താൻ ഈ കാലഘട്ടത്തിൽ ശ്രമിക്കുന്ന വലിയൊരു അടയാളമാണ് നിരവധി വ്യാജ പ്രവാചകന്മാരിലൂടെ അനേകരെ വഴിതെറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഇന്ന് ഈ ലോകം കടന്നു പോവുകയാണ്. അനേകര് ഒരു കാലത്ത് കത്തോലിക്ക സഭയിൽ അംഗമായി പ്രാർത്ഥിച്ച് നല്ല വിശുദ്ധിയെ ജീവിച്ചിരുന്ന അനേക കുടുംബങ്ങളെ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഇന്ന് സാത്താൻ വഴിതെറ്റിച്ച് അനേകരെ ഇന്ന് അവരുടെ കൾട്ട് ഗ്രൂപ്പുകളിലേക്ക്, തെറ്റായ പ്രബോധനങ്ങളിലേക്ക് വലിച്ചിഴച്ചിട്ടുണ്ട്. നമുക്ക് അവിടെയെല്ലാം തിരിച്ചു വരാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അവസാന കാലത്ത് കത്തോലിക്ക സഭയിൽ നിന്ന് തിരികെ പുറത്തു പോയവരെല്ലാം വീണ്ടും തിരികെ വരുമെന്നുള്ള പരിശുദ്ധ അമ്മ മാതാവിന്റെ സന്ദേശം നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.